പറവൂർ ചേന്ദമംഗലത്തെ ജുമാ മസ്ജിദ് പള്ളി കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മുസ്ലിം പള്ളി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണാവോ ഇതിൻ്റെ പ്രാധാന്യമെന്ന്. മാലിക് ദിനാർ പണികഴിപ്പിച്ച മുസ്ലിം പള്ളികളിൽ 10 മുസ്ലിം പള്ളികളിൽ ഏറ്റവും അവസാനത്തെ പള്ളിയാണ് പറവൂർ ചേന്ദമംഗലത്തെ ജുമാ മസ്ജിദ് പള്ളി. മതസൗഹാർദ്ദത്തിൻ്റെ സംഗമ ഭൂമിയായി അറിയപ്പെടുന്ന ചേന്ദമംഗലത്ത് ജൂതപ്പള്ളിയെ പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പള്ളിയാണ് ഈ ജുമാ മസ്ജിദ് പള്ളി. ചരിത്രമെടുത്തു നോക്കിയാൽ 1790-ൽ ടിപ്പു സുൽത്താനുമായുള്ള ഏറ്റുമുട്ടലിൽ പാലിയത്തച്ഛൻ്റെ കാര്യസ്ഥനായിരുന്ന കോയ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ യുവാവ് അവസാനം വരെയും ടിപ്പു സുൽത്താൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടി. അതിൻ്റെ അവസാനത്തിൽ ടിപ്പു സുൽത്താൻ്റെ വെടിയേറ്റ് മരിക്കുകയും ധീര രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. ഈ മഹാനായ യുവാവിൻ്റെ ഖബറടക്കം സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ പറവൂർ ജുമാ മസ്ജിദ് പള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്.